വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ജോവലെ ഫാമിലി ബ്ലോഗ്സ്. എന്നെ ഉണ്ട് എല്ലാവർക്കും സുഖമാണോ? നമുക്കുണ്ടല്ലോ. എല്ലാവരും റെഡിയാണോ? നമ്മുടെ ചിക്കൻ ബിരിയാണിയുടെ ദം പൊട്ടിക്കണ്ടേ? എല്ലാവരും ഉണ്ടല്ലോ. കമൻ്റൊക്കെ ഇട്ട് വെച്ചിട്ട് പോകാനായിട്ട് മറക്കരുത് കേട്ടോ. പിന്നെ എല്ലാവരെയും ഞാനിങ്ങനെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി പൊട്ടിക്കാണ്ട് പറ്റിച്ചല്ലേ? എന്നാൽ വാ, ഇന്ന് നമുക്കുണ്ടല്ലോ നമ്മുടെ ചിക്കൻ ബിരിയാണിയുടെ ദം തുറക്കാം കേട്ടോ. എൻ്റെ പൊന്നെ, എന്നാ പറയാനാണെന്ന് വെച്ചാൽ ഈ മണം തന്നെ കേട്ടാച്ചാൽ മതി, വിശപ്പ് കൂടും. നോക്കിയേ, തുറന്നപ്പോഴത്തേക്ക് നോക്കിയേ, എന്നാ സൂപ്പർ കളറാണെന്ന് നോക്കിയേ. കളർ പോലെ തന്നെ മണവും സൂപ്പറാണ് കേട്ടോ. ഇതാണ്ട് അരിയുടെ മണിയൊക്കെ ആണെങ്കിൽ ഇതാണ്ട് ഒന്നിനോടും തൊടാതെ വിട്ട് വിട്ട് നിൽക്കുക. നല്ല ജ്യൂസി ആയിട്ടുള്ള സൂപ്പർ ടേസ്റ്റുള്ള ചിക്കൻ ബിരിയാണി കേട്ടോ. ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ അങ്ങ് പറയുവാണ്, എന്നെ തന്നെ ഞാനങ്ങ് കൊടുത്തതല്ല, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ആ, പിന്നെ ഇനി നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ. നമുക്കൊരു പാത്രത്തിലേക്ക് എടുത്ത് കൊടുക്കാവേ. ആദ്യമേ നമ്മുടെ കുട്ടിപ്പട്ടാളത്തിന് കൊടുക്കാം കേട്ടോ. അവന്മാരിങ്ങനെ മണമൊക്കെ പിടിച്ച് പിടിച്ച് ഇരിക്കുവാണ്. ഞങ്ങളാണെങ്കിൽ ലുലുവിൽ പോയിട്ട് വന്നു, നല്ല വിശപ്പും ഉണ്ട് കേട്ടോ. അവിടുന്ന് കാര്യമായിട്ടൊന്നും കഴിച്ചുമില്ല, ഇവിടെ ബിരിയാണി ഉണ്ടാക്കിയത് കൊണ്ട്. ആദ്യമേ നമുക്ക് നമ്മുടെ മാത്തപ്പന് കൊടുക്കാം കേട്ടോ. മാത്തപ്പനാണ് ഫുഡിനോടൊക്കെ ഇച്ചിരി കൂടി ഇഷ്ടമൊക്കെ ഉള്ളത്. അവൻ്റെ അഭിപ്രായങ്ങളൊക്കെയാണ് കൂടുതലും വിലയുള്ളത്. എനിവേ, എന്നാൽ ഇതാണ്ട് നമ്മുടെ മാത്തപ്പന് ചിക്കൻ ബിരിയാണി കഴിക്കുവാണ്. പടപടേന്ന് കഴിക്കുക. ആശാൻ ഇഷ്ടപ്പെട്ടു, സൂപ്പറാന്ന് പറഞ്ഞു. ഇച്ചിരി ഒരു എരിവ് കൂടുതലാണെന്ന് പറഞ്ഞു കേട്ടോ. ഇനി നമുക്ക് കറിയാക്കി കൊടുക്കാം. കറിയാന്ന് ഒട്ടും എരിവ് കൂട്ടത്തില്ലാത്തതാണ്. കറിയാക്കി ഞാൻ വായി വെച്ച് കൊടുക്കണം, എന്നാലും അവന്മാർക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ. അവനും പറയുന്നത് സൂപ്പറാന്നാണ് പറയുന്നത്. പറഞ്ഞില്ലല്ലേ? ആണ്ടെ ഒരെണ്ണം ഇവിടെ കിടന്ന് കുത്തി മറന്നേ ഉണ്ട്. ചിക്കൻ ബിരിയാണിക്കകത്ത് ഒരു അണി ഇട്ടായിരുന്നു. അവന്മാർക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു കേട്ടോ ചിക്കൻ ബിരിയാണി. നിങ്ങൾക്ക് ചിക്കൻ ബിരിയാണി ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ഇത് വാച്ച് ചെയ്ത് ചിക്കൻ ബിരിയാണി ആസ്വദിച്ചതിന് നന്ദി. പിന്നെ നമുക്കിനിയും കാണാം കേട്ടോ.